ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻഡ്സ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഫിലിപ്പിനോസിൻ്റെ ഒരു ഡിഷായ സോപ്പാവ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ചിക്കൻ ചെറുതാക്കി നുറുക്കിയത് 1 കപ്പ്, സവാള ചെറുതായി നുറുക്കിയത് 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം വളരെ ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ടൊമാറ്റോ കെച്ചപ്പ്, കുരുമുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നന്നായി വഴറ്റാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി, കാരണം ഇനി സോയാ സോസ് ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി, എല്ലാം കൂടി നന്നായി വഴറ്റുക. ഇതിൽ വേറെ പൊടികളൊന്നും യൂസ് ചെയ്യണില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഫില്ലിങ്സ് വേറെ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ ചെയ്യാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് സോയാ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫില്ലിങ്സ് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്, 3/4 ഗ്ലാസ്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലിന് പകരം ചെറു ചൂടുവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഡൗ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലും ഈസ്റ്റും കൂടെ ഉള്ള മിക്സ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം നമുക്കിത്. ഇപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ ഒന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെക്കാം. ഒന്നുകിൽ ഒരു ക്ലിങ് ഫിലിം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്, നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചതിന് ശേഷം വലിയ വലിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്ര തന്നെ വട്ടത്തിൽ വേണ്ട, ചെറിയ വട്ടത്തിൽ പരത്തിയാൽ മതി.
ഇനി നമുക്ക് 1 ടീസ്പൂൺ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നും ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ പിടിച്ച് ഫ്ലീറ്റ്സ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലൈറ്റ്സ് എല്ലാം കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ട് എടുത്ത് കുറേശ്ശെ എണ്ണ പുരട്ടി കൊടുക്കാം. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സോപ്പാവും നമുക്ക് ഈ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഒന്നും കൂടി ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോപ്പാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്